ഹലോ, ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എസ്റ്റോണിയയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ടാർട്ടുവിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മൾ ടാർട്ടുവിലേക്ക് പോകുന്നത് ട്രെയിനാണ്. അപ്പം നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ ബാൾട്ടിയാം ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുന്നത്. അപ്പം 8:45 ട്രെയിൻ. അപ്പം നമ്മൾ നേരത്തെ തന്നെ 8:30 ആയപ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ട്രെയിനുള്ളിൽ കയറി സീറ്റൊക്കെ കിട്ടി. അപ്പം നമ്മൾ കയറി വരുന്നിടത്ത് തന്നെയാണ് ഇരിക്കുന്നത്. സ്ട്രോളറൊക്കെ ഉള്ളത് കാരണം കയറി വരുന്നിടത്തുള്ള സീറ്റിൽ തന്നെ നമ്മൾ സീറ്റ് കിട്ടി. അപ്പം ഒരു 2.5 മണിക്കൂറത്തെ യാത്രയുണ്ട് ടാലിനിൽ നിന്ന് ടാർട്ടുവിലേക്ക്. 10:57 ആകുമ്പോൾ ടാർട്ടുവിൽ എത്തുമെന്നാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇതിപ്പം ടാലിനിൽ നിന്ന് ജസ്റ്റ് മൂവ് ആയതേ ഉള്ളൂ. അപ്പം ടാലിനിൽ നിന്ന് മൂവ് ആകുമ്പോൾ ടാലിനുള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ടാലിൽ നിന്ന് ജസ്റ്റ് മൂവായി ഔട്ടറിലേക്ക് പോകും തോറും നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ യാത്ര തുടങ്ങി. ശംഖു വലിയ വഴക്കൊന്നുമില്ലാതെ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ ട്രെയിനിലാണ് പോകുന്നതെന്ന് മനസ്സിലായതോടുകൂടി ശംഖു നല്ല ഹാപ്പിയിലായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശംഖുവിന് മടുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ശംഖുവും കൂടി ഒന്ന് നടക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് മാറി നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഈ ട്രെയിനിൽ സൈക്കിളും കൊണ്ടൊക്കെ പോകുന്നവർ ചെയ്യുന്നൊരു മെത്തേഡാട്ടോ ഈ സൈക്കിൾ പാർക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ ഇതിവിടെ 2 ഹുക്കുണ്ട്. ആ ഹുക്കിൽ ഇങ്ങനെ സൈക്കിൾ തൂക്കിയിട്ടേക്കും കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ടാർട്ടുവിലെത്തി കേട്ടോ. അപ്പോൾ ടാർട്ടുവിലെത്തി നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലെ വെളിയിലത്തെ ഒരു കാഴ്ചയാണിത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ബസ് കിട്ടും. അപ്പം നമ്മൾ ബസ്സിൽ കയറി നമ്മൾ ഫസ്റ്റ് പോകുന്നത് ടാർട്ടു ടൗൺ ഹാൾ സ്ക്വയറിലേക്കാട്ടോ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്. അപ്പം ഇവിടെയാണ് എല്ലാവിധ ഫെസ്റ്റിവൽസും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. മറ്റേ ക്രിസ്മസ് മാർക്കറ്റും അങ്ങനെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മെയിൻ സ്ഥലമാണിത്. ടൗൺ ഹാൾ സ്ക്വയറിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ടാർട്ടു ആണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച കാണുന്നത്. അതായത് ഒരു പഴയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ചുമരിൽ നല്ല ചിത്രം വരച്ച് വെച്ചേക്കുവാണ്. അപ്പം അത് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതാണ്ടപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ടാർട്ടുവിലെത്തി. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടാർട്ടു. യൂണിവേഴ്സിറ്റി ഓഫ് ടാർട്ടു സ്റ്റാർട്ട് ചെയ്യുന്നത് 1632 അപ്പോൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്തത് പോകുന്നത് സെൻറ്റ് ജോൺ ചർച്ചാട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ചർച്ചാട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഈ ചർച്ച് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഴക്കം ചെന്നൊരു ചർച്ചാണ്. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ബോട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ടാർട്ടുവിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ ഫ്രണ്ടിലെത്തി. അപ്പോൾ നമ്മളിനിപ്പോൾ അടുത്തത് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറുവാണ്. അപ്പം ഇവിടെ ചെടികളൊക്കെ വളർന്ന് തുടങ്ങിയതേ ഉള്ളൂ. വിൻ്ററൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിനിപ്പോൾ അടുത്തത് ഇതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഫുൾ ടിക്കറ്റ് വരുന്നത് 6 യൂറോയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ടാർട്ടു യൂണിവേഴ്സിറ്റിയുടേതാണ് ഈ ബോട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ശംഖു കണ്ടത് ഒരു അക്വേറിയമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശംഖുവിന് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശംഖു അത് കണ്ടു പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കോട്ട് പോലും മാറാതെയാണ് ശംഖു ആദ്യം തന്നെ പോയി നിൽക്കുന്നത് അക്വേറിയത്തിനടുത്തേക്കാണ്. മീനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് കയറി. അപ്പോൾ അവിടേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ നാട്ടിലേക്കൊക്കെ ചെന്നൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടംപോലെ പച്ചപ്പ്, നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഒത്തിരി ചെടികളൊക്കെ നമ്മളവിടെ കണ്ട്
അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് എല്ലായിടവും കാണാൻ. എല്ലാം നല്ലതായിട്ട് അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾട്ടിക് കൺട്രികളിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ടാർട്ടു എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ വെള്ളം വീഴുന്നത്, അതിൻ്റെ അകത്ത് ആ മീനുകളൊക്കെ കിടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇപ്പം ശംഖു ഇതൊക്കെ കണ്ട് കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കേട്ടോ. നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ എസ്റ്റോണിയയിൽ നിൽക്കുമ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു അനുഭവമാട്ടോ. പിന്നെ അതുപോലെ തന്നെ ശംഖു പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കാരണം ശംഖുവിനെല്ലാം ഒരു അത്ഭുതമാണ് കേട്ടോ. ശംഖു കുറേ നേരമൊക്കെ ഇതൊക്കെ നോക്കി നിൽക്കും. അങ്ങനെ അത് കണ്ടോ, ഇങ്ങനെ നോക്കി നിൽക്കുമോ ശംഖു ഇതൊക്കെ കണ്ട്. കുറച്ചിങ്ങനെ മാറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരു കുളത്തിന് കരയിൽ കുറേ ആമകൾ ഇങ്ങനെ ഇരിക്കുന്നത്, കുറേയൊക്കെ വെള്ളത്തിലുമുണ്ട്. അപ്പോൾ അതാണ്ട് കുറേ മീനുകളും ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെ അകത്ത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറേ മീനുകളെല്ലാം ഇതിൻ്റെ അകത്തൂടി നടപ്പുണ്ട്. പിന്നെ എന്തോ ആമ്പലോ താമരയോ അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുമുണ്ട്. പിന്നെ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒത്തിരി അധികം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് ഓരോ ചെടികളും വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ടെമ്പറേച്ചറെല്ലാം കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചെടികൾ മാത്രമല്ല കേട്ടോ, പക്ഷികളും ജന്തുജാലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ ടെമ്പറേച്ചറും ക്ലൈമറ്റിനും ഒക്കെ അനുസരിച്ചിട്ടുള്ളത് ഉണ്ട്. ഈ കുളം നിറച്ച് ആമകളാട്ടോ. വെള്ളത്തിൽ കുറേ എണ്ണം, കരയിൽ കുറേ എണ്ണം ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് നേരം ഈ ആമയുടെ നീന്തിക്കളിക്കലും ഒക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അടുത്ത നമ്മൾ മേളിലേക്കാണ് പോകുന്നത്. അവിടെയും കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം അവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി മേളിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാതെ അച്ഛനെ കൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിപ്പിച്ച് ശംഖു കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലെത്തി. ഈ ഒരു സെക്ഷൻ ദ സക്കലൻ ഹൗസ് എന്നാണ് അവർ നെയിം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മരുഭൂമികളിലൊക്കെ കാണുന്ന ടൈപ്പ് ചെടികളാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാക്ടസ് ഫീൽഡിലൊക്കെയുള്ള ടൈപ്പ് ചെടികൾ. ലോകത്തിലെ എല്ലാ കാലാവസ്ഥാ മേഖലകളിൽ നിന്നുള്ള 6500ഓളം സസ്യങ്ങളാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ കണ്ടതാണ് നമ്മുടെ നാട്ടിലെ കാപ്പി, പുളി, ചെമ്പരത്തിയൊക്കെ. ഇപ്പം എന്താ അവിടെ കാണുന്ന ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോഴുള്ള വ്യൂ ആട്ടോ ഇത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വെളിയിലുള്ള കാഴ്ചകളാണ് ഇത്. കണ്ടോ, നമ്മൾ ആ ആമേനെയൊക്കെ കണ്ട സ്ഥലം ആട്ടോ. അത് മേളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത്. അപ്പം അവിടെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. വാഴ, കവുങ്ങ്, തെങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ ഹൗസിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വെളിയിലേക്ക് വന്നതാണ്. അപ്പോൾ വെളിയിലേക്ക് വന്നപ്പോൾ ഇവിടത്തിന് പറയുന്ന പേര് മൊണോക്കോട്ട് ഗാർഡൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഇവിടെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. അതെല്ലാം പൂവിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഈ ചെറിയ ചെടികളാട്ടോ അവിടെ കൂടുതലായിട്ടും കണ്ടത്. അപ്പോൾ കുറച്ചൊക്കെ മാറിയപ്പോഴേ തന്നെ ശംഖു കളി തുടങ്ങി. അപ്പോൾ ശംഖുവിൻ്റെ കയ്യിലൊരു കാറുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അച്ഛയും മകനും കൂടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇനിയും കുറച്ചുകൂടി കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ തന്നെ ഒരു കാഴ്ചയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. അപ്പം ഇത് സിറ്റിയുടെ സെൻട്രലായിട്ടുള്ള തന്നെ ഒരു റിവറാണ്. അപ്പോൾ ഈ റിവറിൻ്റെ പേര് ഇമായോഗി റിവർ എന്നാണ്. അപ്പോൾ ഈ എസ്റ്റോണിയയിലെ തന്നെ 2 മെയിൻ ലേക്കുകളെ കണക്ട് ചെയ്യുന്ന ഒരു റിവറാണ് ഈ ഇമായോഗി റിവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പം നമ്മൾ ലാസ്റ്റ് എല്ലായിടവും കവർ ചെയ്തു. നമ്മൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ, ടൗൺ ഹാൾ സ്ക്വയറിൻ്റെ അവിടെ തന്നെ. അപ്പം നമ്മളിപ്പോൾ കണ്ട സ്പോട്ടുകളെല്ലാം തന്നെ ചെറിയ ചെറിയ വാക്കബിളായിട്ടുള്ള ഡിസ്റ്റൻസിൽ വന്നിരിക്കുന്ന പ്ലേസുകളായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്തു.
അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. കാരണം നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ടാലിനിൽ നിന്ന് പോരുമ്പോൾ അവിടെ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെയും മഴയായിരിക്കുമോ. അപ്പം നമ്മൾ ആദ്യം കരുതി അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ എടുക്കണ്ട, അവിടെ ചെന്ന് ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടാർട്ടൂവിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ 4:45 ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ 4:45 ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രയിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ 3 പേര് മാത്രമല്ലായിരുന്നു, ഒരാളും കൂടി ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കൊളീഗും എൻ്റെ ഫ്രണ്ടുമായ സുനിത മാഡം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പം വളരെ നല്ല യാത്രയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ വ്ലോഗ് എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ ടാലിനിലെത്തി. നമ്മൾ ഉൽമസ്തെ എന്ന് പറയുന്നത് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അപ്പം അങ്ങനെ വളരെ നല്ല യാത്രയായിരുന്നു. എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം.